തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫ്ലെക്സ് വിവാദവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഓഫീസർ ജി ഷൈനിയെ സ്ഥാനം മാറ്റിയതിൽ പ്രതിഷേധവുമായി ജീവനക്കാർ. കേരള NGO യൂണിയനാണ് നഗരസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നഗരത്തിൽ സ്ഥാപിച്ചതിന് BJP സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് 19.97 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലെ റവന്യൂ ഓഫീസർ ജി ഷൈനിയെയാണ് സ്ഥാനം മാറ്റിയത്. കൌൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പുതിയ നിയമനം. രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ് നടപടിയെന്ന് യൂണിയൻ ആരോപിക്കുന്നു. ഈ കോർപ്പറേഷനിലെ ഏതാനും ജീവനക്കാരെ സ്ഥലം മാറ്റിയും സീറ്റ് മാറ്റിയുമൊക്കെ ഉത്തരവിറക്കിയിരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ ഭരണം BJP മുന്നണിക്ക് കിട്ടിയതിൻ്റെ ആസ്വദിക്കലാണ് എന്നാണ് ആരാധ്യനായ മേയർ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടി തലങ്ങും വിലങ്ങും അങ്ങ് മാറ്റി ആസ്വദിക്കുക. റവന്യൂ ഓഫീസർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് തയ്യാറാക്കുന്നത്. BJP ജില്ലാ കമ്മിറ്റിക്ക് BJP ഭരിക്കുന്ന കോർപ്പറേഷൻ പിഴ നോട്ടീസ് നൽകിയത് ചർച്ചയായിരിക്കെയാണ് മാറ്റം. സ്വന്തം ഇഷ്ടക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ വരുമ്പോൾ അത് ഇളവ് കൊടുക്കുന്നതിന് വേണ്ടി, ഇളവ് കൊടുപ്പിക്കുന്നതിന് വേണ്ടി, ഡിമാൻഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള, അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഈ നഗരസഭാ നേതൃത്വം ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ജീവനക്കാര് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് BJP ആരോപണം ഉന്നയിച്ച ഇടത് യൂണിയൻ നേതാവായ റവന്യൂ ഇൻസ്പെക്ടറെയും മാറ്റി. മെയിൻ ഓഫീസ് സർക്കിൾ 12 ജോലി നോക്കിയിരുന്ന P സുരേഷിനെ ആറ്റിപ്ര സോണൽ ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.